അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉറക്കത്തിൽ നിന്നുണർന്ന ഹംദ പെട്ടെന്ന് വയലൻ്റ് ആവുകയാണ്. അവൾ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. നേരെ അവൾ നോക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരെയായിരുന്നു. ഉമ്മ, ഇക്ക, എവിടെ നിങ്ങളൊക്കെ? എനിക്ക് നിങ്ങളെ കാണുന്നില്ലല്ലോ. ഒരു നിമിഷം അജ്മൽ സാർ അങ്ങോട്ട് ഓടി വന്നു. എന്തു പറ്റി മോളെ? അതെ, നിങ്ങൾ കണ്ടോ എൻ്റെ ബാക്കിയുള്ളവരൊക്കെ? എൻ്റെ ഉമ്മയും എൻ്റെ ഇക്കാക്കയൊക്കെ നിങ്ങൾ കണ്ടോ? മോളെ, ഞാനുണ്ടല്ലോ ഇവിടെ. എനിക്ക് അല്ല, എൻ്റെ ഇക്കാക്ക എവിടെ? മോളെ, ഞാൻ തന്നെയാണ് മോളുടെ ഇക്കാക്ക. ഏയ് അല്ല, നിങ്ങളല്ലല്ലോ. നിങ്ങൾ ആരാണ്? എനിക്കറിയില്ലല്ലോ. മോളെ, മോളുടെ ഇക്കാക്കയാണ് ഞാൻ. എന്താ മോൾക്ക് തോന്നണല്ലേ? എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്ക്. അല്ല, ഒരിക്കലും അല്ല. നിങ്ങളല്ല എൻ്റെ ഇക്കാക്ക. എൻ്റെ ഇക്കാക്ക എവിടെ? എനിക്ക് എൻ്റെ ഉമ്മ എവിടെ? എനിക്ക് എൻ്റെ ഉമ്മയെ കാണണം, എൻ്റെ ഇക്കാക്കയെ കാണണം. അവൾ ആ ബെഡിൽ നിന്ന് അതാ എഴുന്നേൽക്കുന്നു. ഉമ്മ, ഇക്കാക്ക എന്ന് പറഞ്ഞ് അവളതാ ആ ഹോസ്പിറ്റലിൻ്റെ റൂമിൽ വാതിൽ ശക്തമായി അതിനടുത്തേക്കോടി വലിച്ചു തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. മോളെ ഹംദ, ഹംദ. പക്ഷേ അജ്മൽ ഓടിയെത്തിയപ്പോഴേക്കും അവൾ ആ വരാന്തയിലൂടെ ഓടുന്നു. റബ്ബേ, അവൾ ശരിക്കും അർദ്ധനഗ്നയാണ് ഓടുന്നത്. തലയിൽ തട്ടമില്ല. അവൾ ഒരു നൈറ്റി മാത്രമാണ് ധരിച്ചിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞതായിരുന്നു ഒരയഞ്ഞ വസ്ത്രം മതിയെന്ന്. പക്ഷേ അവളത് ഓടുന്നു. പടച്ചോനെ റബ്ബെ, എന്നെ ഏൽപ്പിച്ച് പോയതാണല്ലോ റഹ്മാനെ, ഞാൻ എന്ത് ചെയ്യും? അജ്മൽ രണ്ടും കൽപ്പിച്ച് അതാ അവളുടെ പിന്നാലെ ഓടുന്നു. ഹംദ, മോളെ, ഹംദ, അവിടെ നിൽക്ക് മോളെ, ഹംദ. അജ്മൽ ഓടിപ്പോകുന്നു. എന്നാൽ അവളൊരു പെണ്ണല്ലേ. പക്ഷേ സാധാരണ രീതിയിൽ മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ശക്തമായിരിക്കും എന്നറിയാം. പക്ഷേ ഹംദയുടെ പിന്നാലെ അജ്മൽ ഉള്ള ശക്തിയെടുത്ത് ഓടിപ്പാഞ്ഞ് അവളുടെ അരയ്ക്ക് പിടിച്ചു. മോളെ ഹംദ, എങ്ങോട്ട് മോൾ പോകുന്നത്? എനിക്ക് എൻ്റെ ഉമ്മയും എൻ്റെ ഇക്കാക്കയും കാണണം. എനിക്കിപ്പോൾ തന്നെ കാണണം. മോളെ, മോളിങ് വന്നേ. വേണ്ട. അജ്മലിനെ അവൾ തല്ലുവാൻ വേണ്ടി അതാ കൈയൊങ്ങി തുടങ്ങി. മോളെ, അപ്പോഴേക്കും അവിടുന്ന് സിസ്റ്റർമാരെല്ലാം ഓടി വന്നു. ഞങ്ങൾ സഹായിക്കാം. വേണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്തു. വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഹംദയെ അതാ അജ്മൽ വാരിയെടുക്കുന്നു. പഠിച്ചോനെ, ബിസ്മില്ല, അല്ലാ റഹ്മാനെ, നീ പൊറുക്ക്. അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ്. ഹംദയെ കോരിയെടുത്ത് അവനെന്താ ഹോസ്പിറ്റലിലെ ആ റൂമിലേക്ക്. പക്ഷേ അവൾ കുതിരയോടുകയാണ്. അജ്മലിൻ്റെ കൈകളിൽ അവൾ ഒതുങ്ങിയെന്നില്ല. അവൾ അജ്മലിനെ കൈകൊണ്ട് തല്ലുന്നുണ്ട്. മാറങ്ങോട്ട്, എനിക്ക് കാണണം. എനിക്ക് എൻ്റെ ഉമ്മയും എൻ്റെ ഇക്കാക്കയും കാണണം. മാറങ്ങോട്ട്. അജ്മലിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അജ്മലിൻ്റെ പിടിയുടെ മുറുക്കം കൂടി. അവൻ ശക്തമായി ഹംദയെ ഒന്നുകൂടെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. ഹംദ, മോളെ, ഹംദ, എൻ്റെ മുഖത്തേക്ക് നോക്ക്. വേണ്ട, എനിക്ക് ആരെയും കാണണ്ട. എനിക്ക് എൻ്റെ ഉമ്മയെ ഇക്കാക്കയും കണ്ടാൽ മതി. മോളെ ഹംദ. അവളുടെ കവിളിൽ പതുക്കെ അവൻ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇക്കാക്കയുടെ മുഖത്തേക്ക് നോക്ക്. ഇക്കാക്ക ഞാനടി പെണ്ണേ, ഇങ്ങോട്ട് നോക്ക്. അല്ല, നിങ്ങളല്ല എൻ്റെ ഇക്കാക്ക, എനിക്കറിയാം. ഹംദ മോളെ. അവളുടെ ആ ഒരു നീളമുള്ള മുടിയാകെ വാരി വലിച്ചിട്ടുകൊണ്ടാണ് അവൾ ഓടിയത്. ആ മുടിയെല്ലാം അവൻ അതാ വാരി ഒതുക്കി പിടിച്ചു. ഹംദ, ഇരിക്കും മോളെ. മുടി കണ്ടില്ലേ, ആകപ്പാടെ അഴിഞ്ഞു കിടക്കുന്നത്. ഇക്കാക്കതൊന്ന് കെട്ടിത്തരാം. അല്ല, നിങ്ങൾ എൻ്റെ ഇക്കാക്കയല്ല. നിങ്ങൾ എൻ്റെ മുടി കെട്ടണ്ട. അജ്മൽ സാർ ശരിക്കും ഞെട്ടിപ്പോയി. മോളെ ഹംദ, ഇക്കാക്കാൻ്റെ കുട്ടീനെ രക്ഷിക്കാൻ വന്നതല്ലേ ഞാൻ. ഇക്കാക്കാൻ്റെ കുട്ടീനെ രക്ഷപ്പെടുത്തിയിട്ട് ഇക്കാക്ക് പോവുള്ളൂ. ഹംദ കരയുകയാണ്. എനിക്ക് എൻ്റെ ഉമ്മയെയും ഇക്കാക്കയും കാണണം. അവൾ അജ്മലിൻ്റെ നെഞ്ചിലേക്ക് തളർന്ന് വീണു. ഇല്ല, ഇക്കാക്കാൻ്റെ കുട്ടി സങ്കടപ്പെടേണ്ട, ഞാൻ കാണിച്ചു തരും. തീർച്ചയായും തീർച്ചയായും നിൻ്റെ ഇക്കാക്കയെയും നിൻ്റെ ഉമ്മയെയും ഞാൻ കാണിച്ചു തരും പെണ്ണെ. എൻ്റെ പെണ്ണ് കരയാതിരിക്കുക. എനിക്ക് കാണിച്ചു തരുമോ?
സത്യമായിട്ടും? ആ, കാണിച്ചു തരും. മോളിന് വയലൻ്റായി ഓടരുത് കേട്ടോ. ഇല്ല, എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അവൾ വീണ്ടും കുതറുവാൻ തുടങ്ങി. നഴ്സുമാർ വന്നു. ഇഞ്ചക്ഷൻ കൊടുക്കാം, അതായിരിക്കും നല്ലത്. അല്ലാതെ വയലൻ്റ് പേഷ്യൻറ്റിനൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. വേണ്ട, തൽക്കാലം അവളുടെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ ഇപ്പോൾ വേണ്ട. അവളെ ഞാൻ ഒതുക്കാം. എന്നാൽ എനിക്കിപ്പോൾ തന്നെ കാണിച്ചു തരണം എൻ്റെ ഇക്കാക്കയും എൻ്റെ ഉമ്മയെയും. അവൾ കരയുകയായിരുന്നു. മോളെ റിലാക്സ്, കൂൾ ഡൗൺ, റിലാക്സ്. ഹംദയുടെ ഡ്രസ്സെല്ലാം ശരിയാക്കി അവൻ ഇട്ടുകൊടുക്കുന്നു. ആ മോളെ, പിന്നെ ഇക്കൻ്റെ മോള് എന്ത് പറഞ്ഞതും ഞാൻ സാധിപ്പിച്ചു തരും. നിനക്ക് നിൻ്റെ ഉമ്മയെ ഇക്കാക്കയല്ലേ വേണ്ടത്? നിനക്ക് എന്നെ അറിയോ? ഇല്ല. അറിയില്ലേ? എൻ്റെ പേരാണ് അജ്മൽ. അറിയോ? ഏത് അജ്മൽ? അയ്യേ, എനിക്കിങ്ങനൊരു അജ്മലിനൊന്നും അറിയില്ല. നിങ്ങൾ പോയി തരുമോ ഇവിടുന്ന്? നിങ്ങളിവിടെ വേണ്ട എനിക്ക് എൻ്റെ ഇക്കാക്കയെ മതി. അതെ, ഇക്കാക്ക് ഞാൻ കൊണ്ടുതരുമെന്ന് പറഞ്ഞല്ലേ. ഇക്കയോട് നല്ല രീതിയിൽ നല്ല കുട്ടിയായിരിക്കും. ഇവിടെ നല്ല കുട്ടിയായി ഇരിക്കുകയാണെങ്കിൽ നിൻ്റെ ഇക്കാക്കയും ഉമ്മയും ഞാൻ കൊണ്ടുവന്ന് തരും. ഉറപ്പാണ്. നല്ല കുട്ടിയാവണം, ഓടരുത്. ഓടാൻ പാടില്ല. എന്താ ഞാൻ പറഞ്ഞത് അനുസരിക്കൂലേ? ഞാൻ അനുസരിക്കൂല. എനിക്ക് കാണണം, എനിക്ക് അവരുടെ അരികിലേക്ക് പോകണം. അവരിവിടെ ഇല്ലല്ലോ, അവർ മരിച്ചു പോയതല്ലേ, ഞാനും മരിച്ചു പോവാണ്. മോളെ ഹംദ, ഇക്കാൻ്റെ കുട്ടി നല്ല കുട്ടിയായിരിക്കേ. കാണിച്ചു തരാന്നുണ്ടെങ്കിൽ നല്ല കുട്ടിയായിരിക്കണം. നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ? ഞാൻ കൊച്ചു കുട്ടി തന്നെയാണല്ലോ. എൻ്റെ ഇക്കാക്കയും ഉമ്മയുടെയും കൊച്ചു കുട്ടിയാണ്. എന്നെ ഉപേക്ഷിച്ച് അവർ പോയില്ലേ, എന്നെല്ലാവരും ഒറ്റപ്പെടുത്തിയില്ലേ. അവൾ വീണ്ടും കുതിരയിടുക ശ്രമിക്കുകയാണ്. ഞാൻ പോവുകയാണ്, എന്നെ പിടിച്ചു വെക്കല്ലേ പ്ലീസ്, എന്നെ പിടിച്ചു വെക്കല്ലേ. ഞാൻ പോകട്ടെ, ഞാൻ പോവുകയാണ്. ഹംദ മോളെ. അപ്പോഴേക്കും സിസ്റ്റർമാർ ഓടിയെത്തും. അതെ സർ, ഞങ്ങൾ ഇഞ്ചക്ഷൻ കൊടുക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവൾ ഓടും. കണ്ടില്ലേ, കാലൊന്ന് ചിലപ്പോൾ ചെങ്ങലക്കിടേണ്ടി വരും. വേണ്ട, അവളെ വേദനിപ്പിക്കണ്ട. അവളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ സാറേ നിങ്ങൾ പറയുന്നത്? ഇങ്ങനത്തെ ഓട്ടത്തിൽ അവർക്ക് ഭയങ്കര ശക്തിയായിരിക്കും. ഈ ഒരു ശക്തമായ ഓട്ടത്തിൽ നമ്മൾ പിടിക്കാൻ ചെന്നാലൊന്നും നമ്മൾക്കൊന്നും അതിനൊന്നും ശക്തി ഉണ്ടാവില്ല. ശരിയാണ്, നിങ്ങളൊരു ആണാണ്. പക്ഷേ എത്രയൊക്കെ തന്നെ ആണുങ്ങളായാലും ആ സമയത്ത് പെണ്ണുങ്ങൾക്ക് എത്രയോ ശക്തിയായിരിക്കും. ഒരാൾക്കും അത് തടുക്കാൻ കഴിയൂല. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ശരീരത്തിന് വെറുതെ പരിക്കേൽപ്പിക്കണ്ട. കാരണം അവർക്ക് അടി ഭയങ്കര ശക്തമായിരിക്കും. അതുകൊണ്ട് ഇഞ്ചക്ഷൻ വെച്ച് മയക്കിക്കെടുത്താം, അതായിരിക്കും നല്ലത്. സിസ്റ്റർ ഇഞ്ചക്ഷനുമായി വന്നു. വേണ്ട, ഇഞ്ചക്ഷൻ അവൾക്ക് കൊടുക്കണ്ട. എന്നാൽ പിന്നെ ഷോക്ക് അടിപ്പിക്കാം. എന്നാൽ പിന്നെ കുറേ സമയത്തിന് ബോധം ഉണ്ടാവില്ല. ഹേ നോ, നിങ്ങൾ എന്തേ പറയുന്നത്? ഒരു മാനസികാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെന്ന് വിചാരിച്ചിട്ട് അവർ ചെങ്ങലക്കിടുകയും ഇഞ്ചക്ഷൻ വെക്കുകയും ഷോക്ക് അടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്ത് കാര്യം? അവരുടെ മൈൻഡ് നമ്മൾ അറിയണം, മൈൻഡ് നമ്മൾ ശരിയാക്കി എടുക്കണം. അവളുടെ മൈൻഡ് ഈ രീതിയിലാകാൻ കാരണം അത് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് വേണ്ടത്. എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഒരു അസുഖം വന്നോ അതില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ താൽക്കാലികമായി ഒരു ആശ്വാസത്തിന് വേണ്ടി ഇഞ്ചക്ഷൻ, പിന്നെ ഷോക്ക് അടിപ്പിക്കുക, ചെങ്ങലക്കിട എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ഈ കുട്ടി തോന്നണം ഞാനൊരു ഭ്രാന്തിയായി മാറിക്കഴിഞ്ഞു. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭ്രാന്ത് അവൾക്ക് ഇല്ലാത്ത പോലെ നമ്മൾ അഭിനയിക്കണം. ഒരിക്കലും അവൾക്ക് ആ അസുഖം ഇല്ലെന്ന് പറയണം. അങ്ങനെ അവൾ റിലാക്സൊക്കെ എടുക്കണം വേണ്ടത്. ശരിയാണ്, മുഴുവൻ ഭ്രാന്തന്മാരെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ആയും. ശരിയാണ്, അതൊക്കെ ഓക്കെ. പക്ഷേ ഈ കുട്ടിക്ക് അതിനു വേണ്ടിയുള്ള ഭ്രാന്തൊന്നുമില്ല. കുട്ടി ഒറ്റയ്ക്കിരുന്ന് ടെൻഷനായി ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ഇവളായിത്തീർന്നത്. കുറച്ച് ദിവസം മുമ്പ് അറിയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷേ ഞാനിതറിയാൻ അല്പം വൈകിപ്പോയി. നിങ്ങൾ സർ ആരാണ്? നിങ്ങളൊരു ഡോക്ടറാണോ? ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷേ ചില ആളുകളുടെ മനസ്സ് എനിക്കറിയാം, അതാണ്. അപ്പോൾ നിങ്ങൾ സൈക്കാട്രിസ്റ്റ്? ഞാൻ ഒരു അധ്യാപകനാണ്, അതേ എനിക്കറിയുള്ളൂ. ഓരോ കുട്ടിയെയും ഞാൻ പഠിപ്പിച്ചെടുക്കുന്ന ചില രീതികളുണ്ട്. ചില കുട്ടികൾക്ക് നല്ല മെമ്മറി പവറായിരിക്കും എന്ന് കരുതി അപ്പുറത്തിരിക്കുന്ന കുട്ടിയെ നീ മണ്ടനാണെന്ന് പറയുന്നത് ശരിയാണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മൾ പല രീതിയിലുള്ള മക്കളായിരിക്കും, പല രീതിയിലുള്ള ആവറേജ് ആയിരിക്കും അവർക്ക്. ചില കുട്ടികൾക്ക് നല്ല സൂപ്പർ മെമ്മറി പവർ, ചിലർക്ക് ആവറേജ്, ചിലർക്കാണെങ്കിൽ വളരെയധികം സ്മോള്,
ചില ആൾക്ക് ഒരുപാട് ടൈം നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട അവസ്ഥ. അങ്ങനെ പല കുട്ടികളെയും ഞാൻ ഒരുമിച്ച് കാണുന്നതാണ്. പലർക്കും പല മൈൻഡായിരിക്കും എന്ന് കരുതിയിട്ട് കൂടുതൽ പഠിക്കുന്ന കുട്ടികളെ ആശംസിക്കുക, പ്രശംസിക്കുക, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക. പഠിക്കാൻ ഇല്ലാത്ത അല്ലെങ്കിൽ മെമ്മറി പവർ ഇല്ലാത്ത മക്കളെ നീ മണ്ടനാണ്, നീ ഒന്നും പഠിക്കില്ല, ഇമ്പോസിഷൻ എഴുതിക്കോ എന്ന് പറഞ്ഞ് അവനെ തല്ലുക. ആ കുട്ടി എന്താവും? ഒരിക്കലും വിജയിക്കില്ല. നമ്മളൊരിക്കലും ആ കുട്ടിയെ അങ്ങനെ വിളിക്കരുത്. അതുപോലെ ചില ആളുകൾക്കൊരു സ്വഭാവമാണ്, കുട്ടി ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 0 മാർക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താവും? ഈ ഒരു കുട്ടിക്ക് മാനസികമായി ആകെ തകർന്നു പോകും. ഞാൻ എത്ര പഠിച്ചാലും നന്നാവില്ല, എനിക്ക് എത്ര പഠിച്ചാലും കിട്ടൂല, ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പല കുട്ടികളും സ്കൂൾ വരെ നിർത്തുന്ന അവസ്ഥ, തുടർ പഠനത്തിന് വിധേയമാകാത്ത അവസ്ഥ. എന്താ? ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, എനിക്ക് കഴിയൂല. ആ ഒരു മൈൻഡിൽ അതങ്ങോട്ട് കയറി കഴിഞ്ഞു. അധ്യാപകരാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷേ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ അത് എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് എനിക്കറിയാം. ആ കുട്ടിയെ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതെ, ഞാനൊന്നും ഉണ്ടായിട്ട് പറയില്ല. എനിക്കൊരു ട്യൂഷൻ സെൻ്റർ ഉണ്ടായിരുന്നു. എത്രയോ മെമ്മറി പവർ കുറഞ്ഞ കുട്ടികളെന്ന് പറഞ്ഞ് ട്യൂഷൻ കൊണ്ടുവരും. പക്ഷേ ആ കുട്ടികളെയൊക്കെ കുറച്ച് പഠിച്ചിട്ട് ഞാൻ പറയും, മക്കളെ ഇനി നിങ്ങൾക്ക് ട്യൂഷൻ്റെ ആവശ്യമില്ല, കറക്റ്റ് രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. അതേ, മൈൻഡ് മാറ്റിയെടുത്തു. അതേ എനിക്കുള്ള ഇതുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഈ കുട്ടി ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന മുഴുവൻ ഭ്രാന്താണ് ഇതിനെന്ന് ഇല്ല. മെമ്മറിയിൽ എന്തോ ഒരു ചെറിയ എന്താ പറയുക, ഒരു ഷോക്കേറ്റതാണ് ഈ കുട്ടിക്ക്. അതെ, ശരിക്കും ഈ ഒരു ലോകം, അത് ഇവിടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് എങ്ങനെയെങ്കിലും പരലോകത്തേക്ക് പോകണം. കുട്ടിയുടെ ഫാമിലി ആക്സിഡൻ്റായി മരണപ്പെട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടിക്ക് അത് മാത്രമല്ലായിരുന്നു. ആ കുട്ടിയുടെ പിതാവിൻ്റെ സ്നേഹം ഒരു പക്ഷേ ഇന്നും ലഭിച്ചിരുന്നെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ആവില്ലായിരുന്നു. ഒന്നുമില്ലാതായി ഒറ്റപ്പെടുന്നൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് അത്. സാറേ, നിങ്ങൾ ഇത്ര വിവരമുള്ള ആളാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഹംദയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ തൽക്കാലം ഇഞ്ചക്ഷനും ഷോക്കും ആയിട്ട് ഇങ്ങോട്ട് വരല്ലേ. അവൾക്ക് ഇപ്പോൾ ഒന്നുമില്ല. മോളെ ഹംദ, മോൾക്ക് എന്ത് ഭക്ഷണം വേണ്ടത്? എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അമ്മയെ കാക്കയും കണ്ടാൽ മതി. മോളെ ഹംദ, ഞാൻ വിളിക്കാം കേട്ടോ. അവരെ വിളിച്ചു കൊണ്ടുവന്നാൽ മോൾക്ക് ശരിക്കും അവരെ കാണാൻ കഴിയും, സംസാരിക്കാൻ കഴിയും കേട്ടോ. മോള് ഒന്ന് റിലാക്സായി ഒന്ന് കിടന്നേ. ഇക്ക, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, മോൾ കൊച്ചു കുട്ടികളെപ്പോലെ കരയണ്ട. കൊച്ചു കുട്ടികൾ കരയുമ്പോൾ മിഠായൊക്കെ വാങ്ങിത്തരില്ലേ, അതുപോലെ മോൾക്കും ഇക്ക വാങ്ങിത്തരാട്ടോ. എന്തെന്നറിയില്ല, അവളുടെ ചിന്താഗതിയൊക്കെ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് അപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥ. അതിനനുസരിച്ച് തന്നെയാണ് അജ്മൽ അവളോട് പെരുമാറുന്നതും. എന്നാൽ ഈ സമയം അറബിയുടെ വീട്ടിൽ നീയാണ് എൻ്റെ കുട്ടിയെ ഈ രൂപത്തിലാക്കിയത്, ഒരു മാനസിക രോഗിയാക്കിയത്. എന്താ മനുഷ്യ നിങ്ങളീ പറയുന്നത്? നിങ്ങളെന്തീ പറയുന്നത്? അതെ, നീയാണ് എൻ്റെ കുട്ടിയെ ഞാനുമായി തീരെ ഒരു സമ്പർക്കമില്ലാത്ത രീതിയിൽ നീ അവളുടെ അരികിലേക്ക് പോകാൻ സമ്മതിക്കാതെ, അവളോട് മിണ്ടാനും പറയാനും സമ്മതിക്കാത്ത രീതിയിൽ നീ അങ്ങനെ ആക്കി. ഇപ്പോൾ ഞാൻ ഖേദിക്കുന്നു എൻ്റെ മകളുടെ കാര്യത്തിൽ. എൻ്റെ മകൾ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ നീ വന്നതിന് ശേഷം അവളോടുള്ള ആ സ്നേഹം തന്നെ ഇല്ലാതായി. അതെ, നീ അതിന് സമ്മതിച്ചില്ല. വലിയ കുട്ടിയാണ്, തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, ഒപ്പം കെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ പൊന്നുമോളെ നീ എന്നിൽ നിന്നങ്ങ് അകറ്റി. അവൾ ഏകാന്തത അനുഭവിച്ചു, ആർക്കുമില്ലാത്ത ഏകാന്തത. അവൾ ഒറ്റയ്ക്ക്, അതെ, സ്വന്തം അനിയത്തി കുട്ടികളെപ്പോലും അവിടേക്ക് വിടാതെ നീ അവളെ ഒറ്റപ്പെടുത്തി അല്ലേ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. മിണ്ടാതെ അവിടെ നിന്നോളി. അതെ, പിന്നെന്താ വേണ്ടത് നിങ്ങൾക്ക്? ഞാൻ കഷ്ടപ്പെടുന്നതും മക്കൾക്ക് കഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് വിഷയമല്ല. അവളാണ് നിങ്ങൾക്കല്ലെങ്കിലും ആദ്യ ഭാര്യയുള്ള കുട്ടി. നീ എന്താ പറയുന്നത്? അവൾ എൻ്റെ പൊന്നു മോൾ തന്നെയാണ്, എൻ്റെ ആദ്യത്തെ പെൺകുട്ടി അവൾ തന്നെയാണ്. പിന്നെയാണ് ഇവർ പിറന്നത് എനിക്ക്. അതുകൊണ്ട് ഒരിക്കലും അവരെ, എൻ്റെ പൊന്നു മോളെ വിഷമിപ്പിക്കാൻ ഇല്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആദ്യം കൊടുക്കാൻ പറ്റിയില്ല ഈ സ്നേഹം. കൊടുത്തിരുന്നു. എൻ്റെ പൊന്നുമോൾ എൻ്റെ നെഞ്ചത്തായിരുന്നു ഉറങ്ങിയിരുന്നത്.
പക്ഷെ നീ വന്നതിന് ശേഷം അതങ്ങ് ഇല്ലാതാക്കി അല്ലേ? എൻ്റെ മകളോടുള്ള ആ സ്നേഹം തന്നെ ഇല്ലാതാക്കി. അവൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും എൻ്റെ കുട്ടി. പിതാവ് ആയ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സ്വന്തം ഉമ്മയില്ല ഏട്ടനും ഇല്ലാത്ത ആ ഒരു പൊന്നുമോൾ, ഞാൻ സ്നേഹം കൊടുക്കേണ്ട ഞാൻ പോലും ഇങ്ങനെയായപ്പോൾ അവൾ മാനസികമായി ആകെ തകർന്നു എന്ന് തന്നെ പറയാം. പടച്ച റബ്ബ് വെറുതെ വിടില്ല നിന്നെ, നോക്കിക്കോ. ഓ പിന്നെ നിങ്ങളിങ്ങോട്ട് പറയുമ്പോഴത്തേന് പടച്ച റബ്ബിനെ അങ്ങോട്ട് അവൾ അപ്പോഴും അവളുടെ അഹങ്കാരം വിട്ടില്ല. എന്നാൽ അറബിക്ക് എന്തൊക്കെയോ അറിയുവാൻ ആഗ്രഹമുണ്ട്. അറബി ഒരിക്കലും പോകാത്ത കിച്ചൻ്റെ ഭാഗത്തേക്ക് അന്നങ്ങ് ചെല്ലുന്നു. ഗദ്ദാമയെ വിളിക്കുന്നു. ഗദ്ദാമ. ആ അർബ. ബഹുമാനത്തോടെ അവർ. എന്താ ഹംദമോളുടെ അവസ്ഥ? ഹംദമോൾ എല്ലാവരും കൂടി അവളെ മാനസിക രോഗിയാക്കി. അവൾ ഇന്ന് ഹോസ്പിറ്റൽ വരാന്തകളിലൂടെ ഓടുകയാണെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയൊക്കെ ആയോ? എന്തെങ്കിലും ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക്? അർബാവേ, നിങ്ങളടുത്ത് വന്ന പിഴവന്നല്ലേ? നിങ്ങൾ ആ കുട്ടിയെ ഈ റൂമിലിടാൻ പാടുണ്ടോ? ഗദ്ദാമ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. ഈ റൂമുകൾ കണ്ടോ? അറബി അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അത് പഴയ സാധനങ്ങളൊക്കെ കൂട്ടിവെക്കുന്ന പഴയ സാധനങ്ങൾ, അത് തീരെ ആരും ഉപയോഗിക്കാത്ത രീതിയിലുള്ള സാധനങ്ങളും ഒരുപാട് ഫർണിച്ചറുകളും പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരിടമാണ് അത്. അവിടെ ഒരു കട്ടിലാണ് അവൾക്ക് കൊടുത്തിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടുന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നായിരുന്നു നിങ്ങളുടെ ഭാര്യയുടെ നിർദ്ദേശം. നിങ്ങൾ ഒരിക്കലെങ്കിലും അത് അന്വേഷിച്ചിട്ടുണ്ടോ? കുറ്റബോധം കൊണ്ട് അറബി പൊട്ടിക്കരഞ്ഞു. അർബാ, നിങ്ങളിനി കരഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയെ നഷ്ടപ്പെട്ടു. ആ ഒരു പഴയ എന്ത് നല്ല മോളായിരുന്നു ഹംദമോള്. കളിച്ച് ചിരിച്ച് ഇതിലൂടെ ഓടി വന്ന് എൻ്റെ അടുത്തേക്ക് വരും. എന്ത് സ്നേഹമായിരുന്നു അവൾക്ക് എന്നോടൊക്കെ. പക്ഷേ എല്ലാവരും കൂടി അവളെ അങ്ങ് ഒറ്റപ്പെടുത്തി. എനിക്കും താക്കീത്, അവളോട് കൂടുതൽ മിണ്ടാനും സംസാരിക്കാനും പോകരുത്. ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക, പാത്രം എടുത്ത് കൊണ്ടുവരിക, അതില്ല എങ്കിൽ നിൻ്റെ ജോലി പോകും. അറബിച്ചിയുടെ വാക്ക് അതായിരുന്നു. ഞാനെന്താ പിന്നെ ചെയ്യാം? എനിക്ക് സങ്കടമില്ലായിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ പൊന്നുമോളെയാണ് ഓർത്തത്. നിങ്ങൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ആ കുട്ടിയുടെ ഭാവി ജീവിതം അതില്ലാതായില്ലേ? ശരിക്കും അറബി സങ്കടപ്പെട്ടു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുട്ടി, എൻ്റെ പൊന്നുമോളുടെ ജീവിതം. അപ്പോൾ തന്നെ അതാ അറബി വിളിക്കുന്നു അജ്മലിനെ. ഹലോ, അസ്സലാമു അലൈക്കും. അജ്മൽ, എങ്ങനെയുണ്ട് എൻ്റെ മോൾക്ക്? അറബിയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അജ്മൽ പറയുന്നു. അവൾ ഉമ്മയെയും ഇക്കാക്കയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അജ്മൽ, എന്താ ഞാൻ പറയുക? ഞാൻ ആരെ കാണിച്ചു കൊടുക്കും? എനിക്കറിയുന്നില്ല. അജ്മൽ, എന്തെങ്കിലുമൊക്കെ വഴി നിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യും മോനെ. എൻ്റെ കുട്ടി എനിക്ക് തിരിച്ചു വേണം. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അർബ, ഞാൻ നോക്കട്ടെ. ഇൻഷാ അല്ലാ എന്നെക്കൊണ്ട് കഴിയേണ്ട ഇതിൽ ഞാനവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. മോനെ അജ്മൽ, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. എൻ്റെ കുട്ടിയെ നീ തിരിച്ച് എങ്ങനെയെങ്കിലും. പെട്ടെന്ന് അവളതാ ഉണരുന്നു. അവൾ പിടഞ്ഞെഴുന്നേൽക്കുന്നു. നേരെ കട്ടിൽ നിന്നിറങ്ങി ഓടുവാൻ ശ്രമിക്കുന്നു. എൻ്റെ ഉമ്മ, 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 എൻ്റെ ഇക്കാക്ക, ഞാനിത് വരുന്നു, എന്നെ എല്ലാവരും കൂടി. മോളെ ഹംദ, കരയല്ലേ പെണ്ണേ? എങ്ങോട്ടാ? അജ്മലിനെ ശക്തിയോടെ അജ്മൽ പിടിച്ചിട്ടും അവൾ കുതറി ഓടുകയാണ്. ഒരു നിമിഷം അവൻ വിചാരിച്ചു, റബ്ബേ, കയ്യിൽ നിന്ന് പോയോ? ഇല്ല, ഇവളെ ഞാൻ ഒരിക്കലും ഒരു ഇഞ്ചക്ഷനും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ ഞാൻ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റും. അതെ, നേരെ അവൻ വാതിൽ കുറ്റിയിടുന്നു. വാതിലടക്കല്ലേ പ്ലീസ്, എനിക്ക് പോകണം അവരുടെ അടുക്കിലേക്ക്. എന്നെ വിട്. അവൻ, മോളെ ഹംദ, എങ്ങോട്ടാ പെണ്ണേ? ഇങ്ങോട്ട് വാ. രണ്ട് കൈകളും പിടിച്ച് അവൻ കൊണ്ടുവരുന്നു. നീ എന്തിനാ ഓടുന്നത്? ഞാനിവിടെ ഉള്ളപ്പോൾ നീ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരാ? നീ എന്നെ തനിച്ചാക്കി പോവണോ? നീ എന്നെ തനിച്ചാക്കി പോയാലേ എനിക്ക് ആരാ പെണ്ണേ? ഒന്ന് ആലോചിച്ച് നോക്ക്. നീ നിൻ്റെ ഉമ്മ ഇക്കാക്കാന്ന് പറഞ്ഞ് ഓടുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരാ? എനിക്ക് നീയല്ലേ ഉള്ളൂ. എന്നെ വിട്ട് നീ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് പറവണ്ണേ. ശരിക്കും ഹംദ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാനുണ്ട് ഇക്കാക്ക, ഞാനുണ്ടല്ലോ. അതെ, അവളുടെ മനസ്സിനെ തെല്ലൊന്ന് അവൻ മാറ്റിമറിച്ചു. അവൻ ഒരു കൊച്ചു കുട്ടിയായി മാറി. ഹംദ എന്നെ വിട്ടുപോയാൽ എനിക്ക് ആരും ഉണ്ടാവില്ല കേട്ടോ.
ഞാൻ ഹംദയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മനസ്സിൽ ഹംദ മാത്രമാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കും? നീ പോയി കഴിഞ്ഞാൽ ഇക്ക, എനിക്ക് എൻ്റെ ഉമ്മയും ഇക്കാക്കയും കാണിച്ചു തരാൻ പറഞ്ഞ് പറ്റിച്ചില്ലേ? ഇല്ല മോളെ, ഒരിക്കലും ഞാൻ കാണിച്ചു തരും. കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ കാണിച്ചു തരും. ഉറപ്പാണ്? ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. എൻ്റെ കയ്യിൽ പിടിക്ക്. ഹംദയുടെ കൈകളിൽ അവൻ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, എന്തായാലും ഇക്കാക്കാൻ്റെ കുട്ടിക്ക് ഞാൻ കാണിച്ചു തരും. ഓക്കെ? ഉറപ്പാണ്? വിശ്വസിക്കാവോ? സത്യമായിട്ടും. പിന്നെ ഇനി ഓടിക്കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ വെക്കൂട്ടോ. അവർ ഷോക്കടിപ്പിക്കും. ഷോക്കടിപ്പിച്ച് അവിടെ കിടത്തും. ഓക്കെ? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അറബി അങ്ങോട്ട് വരുന്നു. അജ്മൽ, മോനെ, നീ ഫ്രഷ് ആകാൻ പോയിക്കോ. ഫ്രഷായി നിസ്കാരമായി കഴിഞ്ഞ് പോര്, ഞാനിവിടെ നിൽക്കാം. അർബ, അവൾ ഇടയ്ക്കൊന്ന് വയലൻ്റ് ആകുന്നുണ്ട്. ആ ഒരു സമയത്ത് അർബ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ മോനെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ മോളല്ലേ, ഞാൻ ശ്രദ്ധിച്ചോളാം. അജ്മലിന് അവളെ വിട്ട് പോകുവാൻ തോന്നുന്നില്ലായിരുന്നു. പക്ഷേ ഫ്രഷ് ആകണം, നിസ്കരിക്കണം, അതൊക്കെയുണ്ട് ചെയ്യാൻ. ഒരിക്കൽ കൂടി ഹംദയോട് പറയുന്നു, ഇക്കാൻ്റെ കുട്ടി ഇവിടെ നിൽക്കട്ടോ, ഞാൻ ഇപ്പോൾ വരാവേ. അറബി പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു. മോളെ ഹംദ. ഹംദ അദ്ദേഹത്തെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഈ സമയം അജ്മൽ താഴോട്ട് ഇറങ്ങിപ്പോയി. അവൻ കാറിൽ കയറി നേരെ അറബി വീട്ടിലേക്ക് പോവുകയാണ്. ഒന്ന് ഫ്രഷ് ആകണം, ഡ്രസ്സൊക്കെ റൂമിലാണ്. എന്നിട്ട് നിസ്കരിച്ചിട്ടൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലാ, ആ കുട്ടിയെ രക്ഷിക്കണം. അജ്മൽ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ഉമ്മയോടൊന്ന് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. അവൻ റൂമിലെത്തി. അറബിയുടെ കൊട്ടാരത്തിൻ്റെ കുറച്ചിപ്പുറമാണ് റൂം. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ കാണില്ല. അവൻ റൂമിൽ കയറി അല്ലാ നന്നായിട്ട് ഒന്ന് കുളിച്ചു. റബ്ബേ, തലയിൽ ഒരുപാട് വെള്ളമൊഴിച്ചു. നേരത്തെ തണുപ്പിക്കാൻ വെച്ചിരുന്ന ആ ഒരു വെള്ളമെടുത്ത് അവൻ തലയിലൂടെ ധാരധാരയായി ഒഴിച്ചു. ഇപ്പോഴാണ് തലക്ക് ഒരു സമാധാനം. അവൻ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഉമ്മാക്കൊന്ന് വിളിക്കട്ടെ. അവൻ ഫോണെടുത്ത് ഉമ്മയെ വിളിക്കുന്നു. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. എവിടെ മോനെ? ഉംറ കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ട്. ഉമ്മ, ഞാൻ വരാം, ചിലപ്പം കുറച്ച് ദിവസം പിടിക്കും. എന്താ മോനെ? അല്ലേ, അത് ഞാനിപ്പോൾ തൽക്കാലം ഒരു അറബി വീട്ടിലാണ് നിൽക്കുന്നത്. അതായത് മോനെ, അതെന്താ? അതെ ഉമ്മ, അത് ഇവിടുത്തെ ഒരു കുട്ടിക്ക് ചെറുതായിട്ടൊരു മാനസിക പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ ഒന്ന് കൗൺസിലിംഗ് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കണം. മോനെ, എൻ്റെ മോനെ, അതൊക്കെ തന്നെ. ഉമ്മ, ആരെങ്കിലും രക്ഷപ്പെട്ടു ആയിക്കോട്ടെ മോനെ, ഒരാൾക്ക് ഉപകാരം ചെയ്തോ, അത് ഏറ്റവും നല്ലതാണ്. പടച്ച റബ്ബിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന സംഭവമാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെങ്കിൽ ഉമ്മാൻ്റെ കുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിക്കോളി കേട്ടോ. ഉമ്മ, പിന്നെ എവിടെ ബുഷിക്ക് സുഖല്ലേ? മോനെ, അൽഹംദുലില്ലാ. അല്ല മോനെ, എവിടെ മുഹ്സിന? അവർക്ക് റാഹത്തായിട്ട് കഴിയണമ്മ, ഓളുടെ ഭർത്താവിൻ്റെ കൂടെ. മാഷാ അല്ലാ, സന്തോഷം. എന്തൊക്കെ തന്നെയാലും ഓളമ്മ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? ഓള് വിളിച്ചിരുന്നോന്നോ? നിങ്ങളെ മോനുണ്ടായതുകൊണ്ട് എൻ്റെ കുട്ടി രക്ഷപ്പെട്ടു എന്നോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? ആയിക്കോട്ടെ, മാഷാ അല്ലാ ഉമ്മ, അവർ റാഹത്തോടു കൂടി ജീവിക്കട്ടെ, അതിനല്ലേ വേണ്ടത്. പക്ഷേ ഉമ്മ ഒരാഴ്ചക്ക് ലീവ് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെയാവുന്ന കൂടി ചോദിച്ചു നോക്കട്ടെ അറബിയോട്. മോനെ, ഉമ്മാൻ്റെ കുട്ടി എല്ലാവരും രക്ഷപ്പെടുത്തിക്കോ. പഠിച്ച റബ്ബ് എൻ്റെ കുട്ടിക്ക് അതിൻ്റെ പ്രതിഫലം നൽകും. പിന്നെ എന്താണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞോണ്ടിട്ടോ. ആയിക്കോട്ടമ്മ. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ അതാ അറബിയെ കണ്ടതും ഹംദ വയലൻ്റ് ആകുകയാണ്. നിങ്ങൾ ആരാണ്? എൻ്റെ അടുത്തേക്ക് എന്തിനാ വന്നത്? മോളെ, ഞാൻ നിൻ്റെ പിതാവാണ്. നിനക്ക് ജന്മം നൽകിയ നിൻ്റെ പിതാവാണ്. എൻ്റെ പിതാവോ? ഹേയ്, എനിക്കങ്ങനെ ഒരു പിതാവേ ഇല്ല. ഉണ്ടായിരുന്നു എനിക്ക് പിതാവ്. എന്നെ ഉപേക്ഷിച്ച് എൻ്റെ പിതാവ് പോയി. എൻ്റെ ഉപ്പ പോയി. എൻ്റെ ഇക്കാക്കയും
എൻ്റെ ഉമ്മയും പരലോകത്തേക്ക് പോയി. എൻ്റെ ഉപ്പ എന്നെ ഉപേക്ഷിച്ച് പോയി. മോളെ, ഞാൻ തന്നെയാണ് നിൻ്റെ പിതാവ്. എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, നിങ്ങൾ എൻ്റെ പിതാവല്ല. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കൂ. നിങ്ങൾ ഒരിക്കലും എൻ്റെ പിതാവല്ല. കട്ടിലിൽ നിന്ന് അതാ അവൾ ഇറങ്ങുന്നു. മോളെ, അവിടെ ഇരിക്ക്. ഞാൻ എന്താ വെച്ചാൽ അല്ല, നിങ്ങൾ മാറിക്കേ. നിങ്ങളെൻ്റെ പിതാവല്ല. നിങ്ങൾ അടുക്കരുത്. എനിക്കിത് നിങ്ങളെ കാണുന്നതിന് പേടിയാണ്. അറബിയെ കണ്ടതും അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വാതിൽ തുറക്കുന്നു. നിങ്ങൾ അല്ല, നിങ്ങളെൻ്റെ പിതാവല്ല. എൻ്റെ ഉമ്മയും കാക്കയും കാണണം എനിക്ക്. അവളതാ പഴയ പോലെ തന്നെ ഹോസ്പിറ്റലിലെ വരാന്തയിലൂടെ ഓടി. അറബി, മോളെ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ മോളെ? അറബിയും പിന്നാലെ. അപ്പോഴേക്കും സിസ്റ്റർമാർ അത് കണ്ടു. എന്താണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് അവളെ ചെങ്ങലക്കിടാൻ ഇഞ്ചക്ഷൻ വെക്കാന്നൊക്കെ. കുട്ടി വയലൻ്റായി ഓടുകയല്ലേ. അപ്പം നിങ്ങൾ കൂടെ നിന്ന ആൾ പറഞ്ഞു ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇപ്പം കണ്ടില്ലേ ഓടിയത്? നിങ്ങൾ എന്താണ്? പെട്ടെന്ന് ഡോക്ടറെ വിളിക്ക്. പിടിച്ച് കെട്ടിക്കൊണ്ടുപോവുക. ആളുകൾക്ക് ഉപദ്രവാവൂലേ ഇത് മിക്കവാറും ഷോക്കടിപ്പിക്കേണ്ടി വരും. സിസ്റ്റർമാർ പിടിക്കുവാൻ ശ്രമിച്ചിട്ടും അവൾ കുതറി ഓടുകയായിരുന്നു. എന്നാൽ അവളെ അതെ, ഷോക്കടിപ്പിക്കേണ്ടി വരൂട്ടാ, ഇത് കുറച്ച് സീരിയസ് ആയിട്ടുണ്ട്, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അവളെ പിടിച്ചു കൊണ്ടുപോയി അതാ ആ ഒരു മെഷീനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു, അവളെ ഷോക്കടിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷേ അജ്മൽ ഇതറിഞ്ഞില്ല. അഥവാ ഷോക്കടിപ്പിച്ചാൽ തന്നെ ശരീരത്തിന് വളരെയധികം മാറ്റം വരും എന്ന് മാത്രമല്ല, ഏകദേശം ഒരു ദിവസത്തോളം ഉറങ്ങിക്കിടക്കും. ആ ഒരവസ്ഥയിലാകും. അതെ, അത് പിന്നെ ശരീരത്തിനെ നന്നായി അങ്ങ് ബാധിക്കും. പക്ഷേ അജ്മൽ സാർ അതറിഞ്ഞില്ല. അജ്മൽ സാറിന് അതെങ്ങനെ സഹിക്കാൻ കഴിയും? അതെ, ഹംദയുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്നുള്ള രീതിയായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷേ എന്തു ചെയ്യും? അജ്മൽ സാർ ഇതൊന്നും അറിയുന്നില്ല. അവൻ നിസ്കാരവും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തി. അർബ എന്താ വാതിൽ തുറക്കാത്ത? അർബ. അദ്ദേഹം വാതിൽ തുറന്നു. എവിടെ ഹംദ? എവിടെ? ഹംദയെ കൊണ്ടുപോയവർ. എന്തിനെ? അവളെ ഷോക്കടിപ്പിക്കാൻ കൊണ്ടുപോയി. അവൾ വീണ്ടും വയലൻ്റായി ഓടി. യാ അല്ലാ! അജ്മൽ സാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അർബ, എന്തിന്? അതിന് മാത്രമൊന്നും അവൾക്ക് ഇല്ലല്ലോ. എന്തായിരുന്നു? എന്തിനെ കൊണ്ടുപോയത്? അവൻ നേരെ ഡോക്ടറുടെ റൂമിലേക്ക്. ഡോക്ടർ ഹംദയെ നിങ്ങൾ അവൾ ഷോക്കടിപ്പിച്ച് കിടത്തിക്കാണ്. അജ്മൽ പൊട്ടിക്കരഞ്ഞു. അല്ലാ, ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നു ഡോക്ടറെ. ഒന്നുമില്ല, ചെറിയൊരു പ്രശ്നമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അത് മാറ്റിയെടുക്കായിരുന്നു. നിങ്ങൾ എന്തിനാണ്? പിന്നെന്ത് ചെയ്യും? ഇവിടെ വയലൻ്റായി ഓടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ശിക്ഷയല്ല, ഇവിടുത്തെ ചികിത്സ അത് ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ ഡോക്ടറെ, ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നു. നിമിഷങ്ങൾക്കകം അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടോളൂ. അജ്മൽ ആ റൂമിലേക്ക് പോയി. തളർന്നു കിടക്കുന്ന അവളുടെ ആ ഒരു മുഖം കണ്ടപ്പോൾ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടിക്കരയുകയായിരുന്നു. ഹംദ മോളെ. അവൻ്റെ കണ്ണുനീർ അവളുടെ കവിളിലേക്കുറ്റി. ഇല്ല, ഒന്നും അവൾ അറിയുന്നില്ല. അവൾ ഏതോ ഒരു ലോകത്താണ്. അജ്മൽ സാറിനത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പാവം കുട്ടി. റബ്ബേ, ഒരു അസുഖമില്ലാത്ത കുട്ടി. വീട്ടുകാരുടെ പീഡനം കൊണ്ട് കുട്ടിയുടെ മാനസിക നില തെറ്റിപ്പോയി. റബ്ബേ, അല്ലാ, എന്തിനാണ് ഈ പാവം കുട്ടിയെ ഇത്രമാത്രം ടെൻഷൻ ആകുന്ന അവസ്ഥയിലെത്തിച്ചത്? അല്ലാ, അതെ, അവരായിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഹംദയുടെ ആ ഒരു മുഖം കണ്ടപ്പോൾ അവനത് സഹിച്ചില്ല. അജ്മലിന് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. മോളെ ഹംദ, ഇക്കാക്കയോട് പുറക്ക്. ഇക്കാക്ക ഒരു നിമിഷം മാറി നിന്നപ്പോഴേക്കും നിന്നെ ഈ രീതിയിൽ എത്തിച്ചല്ലോ. അവനത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഹേയ് മിസ്റ്റർ, ഇവിടെ കൂടുതൽ സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ മൊത്തത്തിൽ പേഷ്യൻ്റ് വേറൊരു ലോകത്താണ്. പിന്നെ അതിൻ്റേതായ ഷോക്കും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും. സിസ്റ്ററെ, നിങ്ങളിത് ചെയ്യാൻ മാത്രം അവൾക്ക് അസുഖമില്ലായിരുന്നു.
എന്താ ചെയ്യുക, വയലിനായി ഓടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അവർ അത് പറഞ്ഞു. അജ്മലിന് തൻ്റെ സങ്കടം, തൻ്റെ വിഷമം അത് സഹിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, എന്തിനായിരുന്നു കുട്ടിയെ ഇങ്ങനെ ചെയ്തത്? ഞാൻ നോക്കുമായിരുന്നു അവളെ, ഞാൻ അവളെ ശരിക്കും, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. റബ്ബേ, അവൾക്ക് റഹ്മാൻ എന്നീ പൂർണ്ണ ആരോഗ്യം കൊടുക്ക്. അജ്മൽ സാർ പടച്ചെറുബിനോട് കരഞ്ഞു പറഞ്ഞു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.